പ്രിയതുകാരുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തില് ഗവർണർ ജനറൽമാരെയും വൈസ്രോയിമാരെയും പഠിച്ചു കഴിഞ്ഞു. അഥവാ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ഭരണ സംവിധാനങ്ങൾ എന്നാണ് സിലബസിൽ തരിക. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈസ്രോയിമാരെന്നോ തരത്തില്ല. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ ഈ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും തന്നെയാണ്. PSC അതീവ പ്രാധാന്യത്തോടുകൂടി ഈ മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും പഠിച്ച് തയ്യാറായിരിക്കുകയാണ്. ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാനും PSC എത്രത്തോളം ഈ മേഖലയിൽ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ ദിവസം മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുകയാണ്. 2023 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ PSC ചോദിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ചോദ്യം കാണാൻ പറ്റും. നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരും. അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ് കൂടെ നമ്മൾ പറഞ്ഞായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഏകദേശം 50ഓളം ചോദ്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം: ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡൽഹൌസി, ഓപ്ഷൻ ബി കാനിങ്, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. എന്താണ് ഉത്തരം? ആൻസർ കോൺവാലിസ് പ്രൂഫ് ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? 1793 കോൺവാലിസ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്ത് അദ്ദേഹം കോൺവാലിസ് കോഡ് രൂപീകരിച്ചു. എന്താണ് ഈ കോൺവാലിസ് കോഡ് എന്ന് പറയുന്നത്? കോൺവാലിസ് കോഡ് എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ കോടതികൾ രൂപീകരിക്കുകയും ജില്ലാ ജഡ്ജിയെ നിയമിക്കുകയും ചെയ്തു. ജില്ലാ കോടതികൾ രൂപീകരിച്ചു. 2, ജില്ലാ പോലീസ് മേധാവിയായി SP എന്ന തസ്തിക സൃഷ്ടിച്ചു, സൂപ്രണ്ടന്റ് പോലീസ്. 3, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അനുമതിയും നൽകി. ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥ സംവിധാനം. ഇത് തന്നെയാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കോൺവാലിസ് കോഡ് രൂപീകരിച്ച കോൺവാലിസ് പ്രഭുവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുക. സെറ്റാണെന്ന് കരുതുന്നു. ഒരുപക്ഷെ മറന്നുപോയ പ്രിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പോൾ ആൻസർ എന്താണ്? കോൺവാലിസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. ഇടതുഭാഗത്തുള്ളത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. 2, സബ്സിഡറി അലയൻസ് സിസ്റ്റം, സൈനിക സഹായ വ്യവസ്ഥ എന്നർത്ഥം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോമേഴ്സ്. പിന്നെ ഓഗസ്റ്റ് ഓഫർ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് ഏത് ഭരണാധികാരിയാണ്? നമുക്കറിയാം 1773 ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നത് എന്ന് പറയുന്ന ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോ 1 എന്ന് പറയുന്നത് D ആണ്. 1 എന്ന് പറയുന്നത് D ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ നേരിട്ട് നോക്കിയിട്ട് നോക്കാം. 1 D വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ B ഉണ്ട്, അല്ലെ? അപ്പൊ ഇനി വേറെ നോക്കണ്ട. ഈ 2 ഇനി നോക്കിയാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക, അല്ലെ? ഇനി 2 നോക്കാം. സബ്സിഡറി അലയൻസ് സിസ്റ്റം അഥവാ സൈനിക സഹായ വ്യവസ്ഥിതി. ആരാണ് ഇവിടെ വരിക? വെല്ലസ്ലി പ്രഭു ആണ് വരിക, അല്ലെ? അപ്പൊ 2 എന്ന് പറയുന്നത് C ആണ്. 2 എന്ന് പറയുന്നത് C ആണ്. അപ്പൊ 2 C ആണ്. അപ്പൊ ഇപ്പൊ തന്നെ ഓപ്ഷൻ B കിട്ടും. സാധാരണ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഈ രീതിയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം ചെക്ക് ചെയ്യുക, ഓപ്ഷൻ ഉണ്ടോ നോക്കുക, അത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോക്കുക, അത് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ ബാക്കി നോക്കണ്ട. നമുക്ക് സമയം എളുപ്പത്തിന് വേണ്ടിയിട്ടാ. അല്ലാതെ 4ഉം ചേരുമ്പടി ചേർക്കാൻ വേണ്ടി നമ്മൾ പണ്ട് സ്കൂളിൽ വരഞ്ഞിട്ട് എഴുതാൻ നിൽക്കല്ലേ കേട്ടോ. കിട്ടുന്ന ആൻസർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ പക്ഷേ ഇവിടെ പഠിക്കുമ്പോൾ മൂന്നാമത്തോടെ നമുക്ക് നോക്കാം, അല്ലേ? യെസ്, മൂന്നാമത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മയോ പ്രഭു ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? മയോ പ്രഭു എന്ന വൈസ്രോയി 1772 കാർഷിക വാണിജ്യ വകുപ്പിന് തുടക്കം കുറിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് നമ്മൾ മലയാളവൽക്കരിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ കാർഷിക വാണിജ്യ വകുപ്പ് എന്നാണ് നമ്മൾ പഠിക്കുക. ഇനി 4മതായി പറയുന്നു ഓഗസ്റ്റ് ഓഫർ. അത് 1940 ആരുടെ കാലഘട്ടത്താണ്? നമ്മുടെ ലിങ്ദോ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ, അല്ലെ? 1940 ലിങ്ദോ പ്രഭു. അപ്പൊ ഓപ്ഷൻ ഇവിടെ എന്താണ്? ഓപ്ഷൻ B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക.
സെറ്റാണെന്ന് കരുതിക്കോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി, ഓപ്ഷൻ സി എൽജിൻ പ്രഭു, ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. 1857 കലാപ കാലഘട്ടം. അവിടെ കലാപ കാലഘട്ടം 1857 ആരംഭിച്ച് 58, 59 പൂർണ്ണമായിട്ട് കലാപം അവസാനിക്കുക. 57 എന്ന് ഇവിടെ എടുത്തു പറയുമ്പോൾ 57 ആണെങ്കിലും 58 ആണെങ്കിലും 59 തന്നെയാണെങ്കിലും അത് ആര് തന്നെയാടാ? യെസ്, നമ്മള് കാനിങ് പ്രഭു തന്നെയാണ്. കാരണം എന്താ, നമ്മൾ കാനിങ് പ്രഭുവിന്റെ കാലഘട്ടം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം 1856 അധികാരത്തിലേറുകയും 1856 മുതൽ 1862 വരെ അധികാരത്തിലുണ്ടായിരുന്നു. അതിൽ 1856 മുതൽ 58 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു അല്ലെ. 1858 മുതൽ 62 വരെ അദ്ദേഹം വൈസ്രോയിയുമായിരുന്നു അല്ലെ. എങ്കിലും ആര് തന്നെയാണ്? കാനിങ് തന്നെയാണ് കലാപ കാലഘട്ടത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരെന്നാണ് ചോദ്യം. ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ഓപ്ഷൻ എ വില്യം ബെന്റിക്, പിന്നെ ഓപ്ഷൻ ബി ഡൽഹൌസി, ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ഡി വെല്ലസ്ലി. ആരാണ് ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത്? ആരാ ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് എന്ന ബംഗാളിന്റെ ഗവർണറാണ് അല്ലെ. തുടർന്ന് 1772 അധികാരത്തിലേറിയ വാറൻ ഹേസ്റ്റിങ്സ് 1772 ദ്വിഭരണം നിർത്തലാക്കി. 1772 ദ്വിഭരണം നിർത്തലാക്കി. ഈ ദ്വിഭരണത്തിന് പകരമായിട്ട് അദ്ദേഹം തുടക്കം കുറിച്ച സമ്പ്രദായമായിരുന്നു എന്താ? കിൻകെനേൽ സമ്പ്രദായം. എന്നാൽ ഇവിടെ ചോദ്യം ബംഗാളിൽ ദ്വിഭരണം പുനഃസ്ഥാപിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ നമ്മുടെ ദ്വിഭരണം പുനഃസ്ഥാപിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ എന്തായിട്ട് മാറും? കോൺവാലിസ് ആയിട്ട് മാറും അല്ലെ. കോൺവാലിസ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം പുനഃസ്ഥാപിച്ചത് കോൺവാലിസ്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, കുറച്ച് വേഗത്തിൽ നമ്മൾ പോവാണ് കേട്ടോ. പത്രപ്രവർത്തകരുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ മിന്റോ ഫസ്റ്റ്, ഓപ്ഷൻ ബി വില്യം ബെന്റിക്, ഓപ്ഷൻ സി ചാൾസ് മെറ്റ്കാഫ്, ഓപ്ഷൻ ഡി റിച്ചാർഡ് വെല്ലസ്ലി. ഇവിടെ പത്രപ്രവർത്തകരുടെ വിമോചകൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ പത്രപ്രവർത്തകരുടെ എന്തെങ്കിലും അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടു, ഇദ്ദേഹം ഈ പറയുന്ന ആൻസർ ആരാണോ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് മാറ്റിയിട്ടുണ്ടാവും അല്ലെ. അതെ, 1799 പത്രപ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കിയത് ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. ഈ നിയമം പിന്നീട് 1835 റദ്ദ് ചെയ്തത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചാൾസ് മെറ്റ്കാഫിനെ എന്തെന്ന് വിളിക്കുക? പത്രപ്രവർത്തകരുടെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. എന്തുകൊണ്ട്? 1799 റിച്ചാർഡ് വെല്ലസ്ലി പാസാക്കിയ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് 1835 റദ്ദ് ചെയ്തത് കൊണ്ട്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക്, വിവിധ തലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന തട്ടില് മുൻസിഫ് കോടതികളും അതിന്റെ മുകളില് ജില്ലാ കോടതികളും രൂപീകരിച്ചത് ആരായിരുന്നടാ? നമ്മൾ പഠിച്ചതാണ് 1793 ആ 93 ആരായിരുന്നു ഈ താഴെ പറയുന്ന ഭരണാധികാരി? കാനിങ് ആണോ? വാറൻ ഹേസ്റ്റിങ്സ് ആണോ? കോൺവാലിസ് ആണോ? വില്യം ബെന്റിക് ആണോ? ഞാൻ ഈ ഭരണാധികാരികളുടെ കാലഘട്ടം ബ്രാക്കറ്റിലൊന്നും എഴുതാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാനിങ്ങിന്റെ കാലഘട്ടം 1856 മുതൽ 62 വരെ. വാറൻ ഹേസ്റ്റിങ്സ് 1772 തൊട്ട് 1785 വരെ. കോൺവാലിസ് 1786 തൊട്ട് 1793. പിന്നെ 1805 അദ്ദേഹം വരുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ വില്യം ബെന്റിക്കിന്റെ കാലഘട്ടമാണെങ്കിൽ 1828 മുതൽ അദ്ദേഹം 1835 വരെ ഭരണം നടത്തുകയും ചെയ്തു. ശരിയാണ്. അപ്പൊ ഇതിൽ ആരാണ് 1793 മുൻസിഫ് കോടതികളും ജില്ലാ കോടതികളും അഥവാ വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾ ആരംഭിച്ചത്? ആരാണ്? യെസ്, കോൺവാലിസ്. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. സെറ്റാണേ.
യെസ്, ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. ഒരുപക്ഷെ ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ കൂടി വർഷം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന സമയത്ത് ഇന്ന ആളാണ് ഭരണാധികാരി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. അല്ലേ? അടുത്ത, പെൺ ശിശുഹത്യ നിരോധിച്ച ഭരണാധികാരി ആരാണ്? പെൺ ശിശുഹത്യ നിരോധിച്ചത്. ഓപ്ഷൻ എ വില്യം ബെന്റിക്, ഓപ്ഷൻ ബി റിച്ചാർഡ് വെല്ലസ്ലി, ഓപ്ഷൻ സി ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ഡി ഹാർഡിഞ്ച് ഒന്നാമൻ. പെൺ ശിശുഹത്യ നിരോധിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹാർഡിഞ്ച് ഒന്നാമൻ. ഏത് വർഷം? 1846. അല്ലെ? അപ്പൊ പെൺ ശിശുഹത്യ നിരോധിച്ചത് ഹാർഡിഞ്ച് ഒന്നാമനാണ് 1846. എന്നാൽ ശിശുഹത്യ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ ശിശുഹത്യ നിരോധിച്ചത് 1802 റിച്ചാർഡ് വെല്ലസ്ലി ആണ്. വില്യം ബെന്റിക് നിരോധിച്ചത് എന്തൊക്കെയാ? സതിയും കൂടാതെ ശൈശവ വിവാഹവും. സതി, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചതാണ് ആര്? വില്യം ബെന്റിക് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സെറ്റാണേ. അപ്പൊ വില്യം ബെന്റിക് സതി, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചു. റിച്ചാർഡ് വെല്ലസ്ലി ശിശുഹത്യ നിരോധിച്ചു 1802. ഇവിടെ ചോദ്യം പെൺ ശിശുഹത്യ ആയതുകൊണ്ട് ഉത്തരം എന്തായിട്ട് മാറും? ഹാർഡിഞ്ച് ഫസ്റ്റ് ആയിട്ട് മാറും 1846. സെറ്റാണേ. അടുത്ത ചോദ്യം, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മഹൽവാരി ഭൂനികുതി വ്യവസ്ഥയിൽ മഹൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ കർഷകൻ, ഓപ്ഷൻ ബി ജന്മി, ഓപ്ഷൻ സി ഗ്രാമം, ഓപ്ഷൻ ഡി നഗരം. മഹൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ആൻസർ എന്താണെന്ന് അറിയാമോ? മഹൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രാമം അഥവാ ഗോത്രം എന്നായിരുന്നു. ഗ്രാമം അഥവാ ഗോത്രം എന്നായിരുന്നു. അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് പ്രധാനമായും അധിവസിക്കുന്നത് ഗോത്ര വിഭാഗക്കാരാണ്, അഥവാ ആദിവാസി വിഭാഗമാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവർ ഗോത്രങ്ങളായിട്ടാണ് ജീവിക്കുക. അവിടെ ഗോത്ര തലവനുണ്ട്. അപ്പോ ആ ഗോത്ര ജനതയിൽ നിന്ന് നികുതി ആര് പിരിച്ചെടുക്കണം? ഗോത്ര തലവൻ പിരിച്ചെടുക്കണം. ഗോത്രത്തലവൻ പിരിച്ചെടുത്തിട്ട് അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതുകൊണ്ട് അവിടെ നടപ്പിലാക്കിയ 1820 പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 1822 മുതൽ പൂർണ്ണതോതിൽ നടപ്പിലാക്കുകയും ചെയ്ത മഹൽവാരി സമ്പ്രദായത്തിൽ മഹൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ അനുസരിച്ച് ഗ്രാമം. ഗ്രാമം അഥവാ ഗോത്രം. രണ്ടർത്ഥങ്ങളുണ്ട്. ഇവിടെ ഓപ്ഷൻ ഗ്രാമമായതുകൊണ്ട് നമ്മൾ അത് തന്നെ കൊടുത്തു. ഗ്രാമം അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഓപ്ഷൻ തരിക? ഗോത്രം തരും. സെറ്റാണേ. യെസ്, ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബോംബെ പ്രവിശ്യ രൂപീകരിച്ച വർഷം എന്നാണ്? 1773, 1793, 1805, 1818. നമുക്കറിയാം 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് കൽക്കട്ടയെ ബംഗാൾ ഭരണ കേന്ദ്രത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ബംഗാൾ പ്രവിശ്യ രൂപീകരിച്ചത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ന് പറയും. ഓക്കെ. ഇനി മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കും 1802. അതായത് നമ്മുടെ മൈസൂർ സാമ്രാജ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയതിനു ശേഷം റിച്ചാർഡ് വെല്ലസ്ലിയുടെ നേതൃത്വത്തിലാണ് 1802 എന്താരംഭിക്കുക? മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുക. ഇനി ഇവിടെ ചോദ്യം ബോംബെ പ്രവിശ്യയല്ലേ? ഈ ബോംബെ പ്രവിശ്യ രൂപീകരിച്ചത് 1818 ബോംബെ പ്രവിശ്യ രൂപീകരിച്ചത് മറാത്ത സാമ്രാജ്യത്തെ 1817-18 കാലഘട്ടത്തിൽ നടന്ന മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും ആ മറാത്ത സാമ്രാജ്യം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തെ 1818 യുദ്ധം അവസാനിച്ചപ്പോൾ ബോംബെ പ്രവിശ്യ രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ബോംബെ പ്രവിശ്യ എന്ന് രൂപീകരിക്കുക 1818. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1817 മുതൽ 18 വരെ. മറാത്ത സാമ്രാജ്യത്തിന്റെ അധീന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയും അതിനെ ബോംബെ പ്രവിശ്യ രൂപീകരിക്കുകയും ചെയ്തു. സെറ്റാണേ. അപ്പൊ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയുമ്പോൾ സെറ്റ് ആവുമല്ലോ, അതുകൊണ്ട്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡെലോസി, ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ്, ഓപ്ഷൻ സി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ ഡി റിച്ചാർഡ് വെല്ലസ്ലി. എന്താണ് ഉത്തരം? യെസ്, ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് തന്നെയാണ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തും
പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി തീർന്ന ലേബർ പാർട്ടിയുടെ നേതാവായ ആരാണ്? വില്യം പിറ്റ്. വില്യം പിറ്റ് ആണ് റോബർട്ട് ക്ലൈവിനെ എന്ത് വിളിച്ചത്? സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിളിച്ചത്. റോബർട്ട് ക്ലൈവിന്റെ പ്രശസ്തമായ ഒരു വാക്കുണ്ട്, 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ കീഴടക്കും. അല്ലെ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പിണ്ടാരി യുദ്ധം നടന്നത് എന്താണ്? ഈ പിണ്ടാരികൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? മറാത്ത സാമ്രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന സ്വതന്ത്ര കുതിരപ്പട്ടാളമായിരുന്നു എന്ത്? ഈ പിണ്ടാരികൾ എന്ന് പറയുന്നത്. അപ്പൊ മറാത്ത സാമ്രാജ്യം എന്നാണോ ബ്രിട്ടീഷുകാരുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടുക, അപ്പോഴായിരിക്കും പിണ്ടാരി യുദ്ധം നടക്കുക. ശരിയല്ലേ? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചതേ ഉള്ളൂ, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1817-18 കാലഘട്ടത്താണ്. അതുകൊണ്ട് തന്നെ പിണ്ടാരി യുദ്ധവും അതേ കാലഘട്ടം തന്നെ, 1817-18. ഇപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1817 ആണ് ആൻസർ വരിക. സെറ്റാണേ? ഓർമ്മ ഒന്നും നിങ്ങൾ കരുതിക്കോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുമ്പോൾ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ എ ഡൽഹൌസി, ഓപ്ഷൻ ബി കാനിങ്, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. എന്തായിട്ട് വരും ആൻസർ? ഡൽഹൌസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസിയെ 1854 പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുക. ഇനി നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത്, തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആര് പേര് പറയും? ശ്രീമൂലം തിരുനാളിന്റെ പേര് പറയും. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്താണ് കേട്ടോ. PWD പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, ആധുനിക തപാൽ വകുപ്പ് ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണോ, വാറൻ ഹേസ്റ്റിങ്സ് ആണോ, കോൺവാലിസ് ആണോ, അതോ ഡൽഹൌസി ആണോ? ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ചത് 1767 അത് ബ്രിട്ടീഷ് ഭരണ സൗകര്യത്തിന് വേണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് GPO ആരംഭിച്ചത് 1774 കൽക്കട്ടയിലായിരുന്നു. 1774 കൽക്കട്ടയിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ചത് 1767 റോബർട്ട് ക്ലൈവും. ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് 1774 കൽക്കട്ടയിൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സുമാണ്. പക്ഷെ ഇതൊക്കെ എന്തിനു വേണ്ടി മാത്രമാണ്? ബ്രിട്ടീഷ് ഭരണ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. പൊതുജനങ്ങൾക്ക് തപാൽ സംവിധാനം ഉപയോഗിക്കാൻ അനുമതി നൽകുന്നത് 1854 ആധുനിക തപാൽ സമ്പ്രദായം. അതായത് തപാൽ വകുപ്പ് എന്ത് ചെയ്യുന്നു? സ്റ്റാമ്പിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക തപാൽ സംവിധാനം അഥവാ ആധുനിക തപാൽ വകുപ്പ് അഥവാ തപാൽ വകുപ്പ് ആരംഭിച്ചത് 1854 ആരാണ്? ഡൽഹൌസിയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ആധുനിക തപാൽ വകുപ്പ് ആരംഭിച്ചത് ഏത് ഭരണാധികാരിയാണ്? ആരാണ്? ഡൽഹൌസി. ഏത് വർഷം? 1854. ഇനി ഞാൻ പറഞ്ഞു, ആധുനിക തപാൽ സംവിധാനം എന്ന് പറയുമ്പോൾ അഥവാ ആധുനിക തപാൽ വകുപ്പ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകി, സ്റ്റാമ്പൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1852 ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് എന്നാ പുറത്തിറങ്ങിയ? 1852. അതിന്റെ പേരെന്തായിരുന്നു? സിന്ധ് ഡാക്ക് എന്നായിരുന്നു. ഡാക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ്, സിന്ധ് ഡാക്ക്. കേട്ടോ, അത് മനസ്സിലുണ്ടാവട്ടെ. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് 1852 ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. അതിന്റെ പേരെന്തായിരുന്നു? സിന്ധ് ഡാക്ക് എന്നായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. മദ്രാസ് പ്രവിശ്യയിലെ ഭൂനികുതി വ്യവസ്ഥിതി റൈറ്റ് വാരി സമ്പ്രദായം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വർഷം എന്നാണ്? പ്രാബല്യത്തിൽ വന്നതെന്നാണ് കേട്ടോ. അപ്പൊ മദ്രാസ് പ്രവിശ്യയിലെ ഭൂനികുതി സമ്പ്രദായമാണെന്ത്? റൈറ്റ് വാരി. ആ ചോദ്യത്തിൽ തന്നെ ഒരു പോയിന്റ് നമുക്ക് റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പൊ മദ്രാസ് പ്രവിശ്യയിലെ ഭൂനികുതി സമ്പ്രദായം എന്താ? റൈറ്റ് വാരി സമ്പ്രദായം. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഭൂനികുതി സമ്പ്രദായം എന്തായിരുന്നടാ? മഹൽവാരി സമ്പ്രദായം അല്ലെ. ബംഗാൾ പ്രവിശ്യയിലെ ഭൂനികുതി സമ്പ്രദായമോ? സെമീന്ദാരി സമ്പ്രദായം. എന്നൊക്കെ അറിയാം, പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മദ്രാസ് പ്രവിശ്യയിലെ ഭൂനികുതി വ്യവസ്ഥിതി റൈറ്റ് വാരി സമ്പ്രദായം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വർഷം എന്നാണ്?
ഓപ്ഷൻ 1973, 1802, 1813, 1820. ഉത്തരം 1820 ആണ്. 1820 ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? പഠിക്കുന്നു ഹേസ്റ്റിങ്സ് പ്രഭു. ഹേസ്റ്റിങ്സ് പ്രഭു എന്ന ബംഗാളിന്റെ ഗവർണർ ജനറലിന്റെ കാലഘട്ടത്താണ് മദ്രാസിലും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലും ഭൂനികുതി വ്യവസ്ഥിതി കൊണ്ടുവരിക. രണ്ടും ആരുടെ കാലഘട്ടത്തിൽ തന്നെ? ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്, ഇങ്ങനെ ഒരു നിയമം നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നേരിട്ട് പേര് പഠിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു നിയമത്തിന്റെ താഴെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവാം. മറ്റൊരു നിയമത്തിന്റെ താഴെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവാം. ഈ നിയമം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് അഥവാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് അറിയപ്പെടുന്നു. ഏതാണ് ആ നിയമം എന്ന് അറിയാമോ? അതെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട്. വില്യം പിറ്റ് എഴുതി തയ്യാറാക്കിയ നിയമമായിരുന്നു ദ പിറ്റ്സ് ഇന്ത്യ ആക്ട്. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ആ നിയമത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ്, അത് തന്നെയായിരിക്കും ഇതിന്റെ ഉത്തരം. ശരിയല്ലേ? അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ് 1784 എന്ന് തന്നെയാണ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗഡ്. അപ്പോ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ റിപ്പൺ പ്രഭു, ഓപ്ഷൻ ബി ഹേസ്റ്റിങ്സ് പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? അപ്പൊ ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ 1858 മുമ്പ് അധികാരത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഇവിടെ റിപ്പൺ പ്രൂഫ് എന്തായാലും ഉണ്ടാവില്ല, കാരണം അദ്ദേഹം വൈസ്രോയി ആണ്. 1879 അവസാനത്തോടുകൂടി 1880 അദ്ദേഹം അധികാരത്തിൽ വരിക. ശരിയല്ലേ? ഹേസ്റ്റിങ്സ് പ്രഭു ഗവർണർ ജനറൽ ആണ്. കോൺവാലിസും ഗവർണർ ജനറൽ ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ഇതിലാരാ? വാറൻ ഹേസ്റ്റിങ്സ് അല്ലെ? അതിന്റെ കാരണം എന്തായിരുന്നു? 1774 റോഹില്ല യുദ്ധം. കുറെ കാരണങ്ങളുണ്ട്. അധികാര ദുർവിനിയോഗം നടത്തി, സാമ്പത്തിക നഷ്ടം കൊണ്ടുവന്നു. ഇന്ത്യയുമായി സംബന്ധിച്ച് പറയുമ്പോൾ 1774 റോഹില്ല യുദ്ധമാണ് പ്രധാന കാരണമായി പറയുക. അപ്പോൾ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇവിടെ ഗവർണർ ജനറൽ എന്ന പേരിന് പകരം വൈസ്രോയി എന്നായിരുന്നുവെങ്കിൽ ആൻസർ എന്തായി മാറിയനെ? റിപ്പൺ പ്രൂഫ് ആയിട്ട് മാറിയനെ. ശരിയല്ലേ? വൈസ്രോയി എന്നായിരുന്നെങ്കിൽ അത് റിപ്പൺ പ്രൂഫ് ആയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയത് ഏത് വർഷത്തെ ചാർട്ടർ നിയമം അനുസരിച്ചാണ്? നമുക്കറിയാം എത്ര ചാർട്ടർ നിയമങ്ങളുണ്ട്? 4 ഏതൊക്കെ വർഷം? 1793, 1813, 1833, 1853. ഇത് 4 തന്നെയാണ് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലെ? അതെ. കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാര് എപ്പോഴാണ് എത്തിച്ചേർന്നത്? നമുക്കറിയാം കേരളത്തിലെ 3 മിഷണറി സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതിലെ LMS ആണ് ആദ്യം വന്നത്. LMS വന്നത് എന്നായിരുന്നു? 1816 അങ്ങനെയാണെങ്കിൽ ഈ 1816 ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് നിയമം ഏതായിരിക്കും? 1813 ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 1813 അല്ലെ? LMS തിരുവിതാംകൂറില് എവിടെയാണ് ആസ്ഥാനം ആരംഭിച്ചത്? തിരുവിതാംകൂറില് ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലായിരുന്നു LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം. തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രവർത്തിച്ചിരുന്ന മിഷണറി സമൂഹമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ. CMS 1816 വന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി വരുന്ന 1817 വന്നു കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടുത്തെ ആൻസർ 1813. മെക്കാളെ മിനിറ്റ്സ് ഏത് വർഷമായിരുന്നു? മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്ത് മെക്കാളെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1834 ആ വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചത് 1835 1835 റിപ്പോർട്ട് ലഭിച്ചത്. ഈ റിപ്പോർട്ട് അറിയപ്പെട്ടത് എങ്ങനെയായിരുന്നു? മെക്കാളെ മിനിറ്റ്സ് എന്നല്ലേ? അപ്പൊ ആൻസർ എന്താണ്? 1835. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഇന്ത്യയില് അടിമത്ത നിയമം പാസ്സാക്കിയത് എന്നാണ്? ഓപ്ഷൻ എ 1823, ഓപ്ഷൻ ബി 1833, ഓപ്ഷൻ സി 1843, ഓപ്ഷൻ ഡി 1853. ഉത്തരം എന്താണ്?
നമുക്കറിയാം ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയത് 1843 ആരുടെ കാലഘട്ടത്താണ്? എല്ലൻ ബൊറോയുടെ കാലഘട്ടത്തിൽ അല്ലെ, 1843. എന്നാൽ ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അടിമ കച്ചവടം നിരോധിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ 1862 പറയും. ഏത് നിയമമനുസരണം നിരോധിക്കുക? ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് അടിമ കച്ചവടം നിരോധിക്കപ്പെടുക. ഇന്ത്യൻ പീനൽ കോഡ് എന്നാ പ്രാബല്യത്തിൽ വരിക? കൃത്യമായി പറഞ്ഞാൽ 1862 ജനുവരി മാസം 1-ാം തീയതി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു സേവനം ചെയ്തത്. ആരാണ് അപ്പോഴത്തെ വൈസ്രോയി? കാനിങ് പ്രഭു. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. സെറ്റാണേ. ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? ഇവിടുത്തെ ആൻസർ 1840. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് എന്നാണ്. ടെലഗ്രാഫ് സംവിധാനം തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സേവനമായിരുന്നു. 2013 ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് 2013 അല്ലെ? ആ ടെലിഗ്രാഫ് സംവിധാനം പണ്ട് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ്, ആധുനിക മെസ്സേജിംഗ് ആപ്പൊക്കെ വരുന്നതിന് മുൻപ് അടിയന്തര കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു. നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ കൂടുതൽ പ്രചാരത്തിൽ വന്നപ്പോൾ ഇതിന്റെ ഉപയോഗമില്ലാതായി. അങ്ങനെയാണ് 2013 അത് നിർത്തലാക്കുക കേട്ടോ. നമ്മൾ ഇതിനെ കമ്പി തപാൽ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോ ഈ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഇത് വർഷം 1851. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. നിങ്ങൾ ചിലപ്പോ കുറച്ച് പഴക്കമേറിയ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോ കമ്പി തപാൽ ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലെ? ചില സിനിമകളൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെറ്റാണേ. മനുസ്മൃതി ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ബി വില്യം ജോൺസ്, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി റിച്ചാർഡ് സ്റ്റാർക്കി. ആരാണ്? ഈ പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവ ലോകത്തിന് നല്ലതാണെന്ന് തോന്നിയാൽ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത് രൂപം കൊണ്ട ഒരു സ്ഥാപനമായിരുന്നു ബംഗാൾ ആസ്ഥാനമാക്കി 1784 രൂപം കൊണ്ട ഒരു സ്ഥാപനമായിരുന്നു എന്ത്? റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ആണേ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഈ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ നേതൃത്വം വഹിച്ചത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപം കൊണ്ടത് ആരുടെ കാലഘട്ടത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ അല്ലെ? നേതൃത്വം നൽകിയത് ആരായിരുന്നു? വില്യം ജോൺസ് ആയിരുന്നു. ആ വില്യം ജോൺസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മനുസ്മൃതി ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക. പ്രാചീന ഇന്ത്യയിലെ നിയമ സംവിധാനമായിരുന്നു, ഭരണഘടനയായിരുന്നു മനുസ്മൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, വില്യം ജോൺസ്. സെറ്റാണേ. ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വില്യം ബെന്റിക് പ്രഭു ബംഗാൾ പ്രവിശ്യയിൽ സതി നിരോധിച്ചത് എന്നാണ്. ഓക്കെ, നല്ല ഓപ്ഷനാണ് അല്ലേ? ഒരേപോലെയൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നും. വർഷം മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 1828 ഡിസംബർ 4 1829 ഡിസംബർ 4 1830 ഡിസംബർ 4 1831 ഡിസംബർ 4? സംഭവം ഈസിയാണ്. കാരണം നമുക്കറിയാം 1829 ഡേറ്റ് നമുക്ക് ഒരു പക്ഷേ മറന്നുപോയെങ്കിലും വർഷം നമുക്ക് മനസ്സിലുണ്ട്. കാരണം ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഒരുപക്ഷെ ഡേറ്റ് മാറി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെറ്റിച്ചേനെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഡേറ്റ് അങ്ങ് പഠിച്ചല്ലോ. സെറ്റാണേ. അപ്പൊ 1829 ഡിസംബർ 4 തീയതിയാണ് സതി നിരോധിക്കുക. ആരാ? വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിക്കാൻ വേണ്ടി പരിശ്രമിച്ച അല്ലെങ്കിൽ പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുക. രാജാറാം മോഹൻ റോയ്. സെറ്റാണേ. അടുത്ത ചോദ്യം പോവോ? ഓക്കെ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ മറന്നുപോയെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? മതി, ധാരാളമാണ്. റിവിഷൻ അത്രയും നമുക്ക് വേണ്ടു കേട്ടോ. ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്?
ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി. ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ സി വില്യം ബെന്റിക് പ്രഭു, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ് ഉത്തരം? നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണെങ്കിലും ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചത് ആരായിരുന്നു? 1772 വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1772 വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? 1772 കിൻകിനയിൽ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ കിൻകിനയിൽ സമ്പ്രദായത്തിന്റെ ഭാഗമായി 1772 തന്നെയാണ് എന്ത് രൂപീകരിക്കുന്നതും? റവന്യൂ ബോർഡ് രൂപീകരിക്കുന്നതും. ഇപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമേ റവന്യൂ ബോർഡ് രൂപീകരിച്ചത്, ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചത് ഇത് രണ്ടുമാരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുക. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ ഡൽഹൌസി, ഓപ്ഷൻ ബി കാനിങ്, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഉത്തരം സിമ്പിൾ ആണ് അല്ലെ? നമുക്കറിയാം, ഡൽഹൌസി പ്രഭു. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറുക? 35-ാമത്തെ വയസ്സിൽ. 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി നിയമിക്കപ്പെടുന്നത്. ഓക്കെ, മറക്കല്ലേ. അടുത്ത ചോദ്യം, സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു അല്ലെ? അതെന്തായിരുന്നു ചോദ്യം? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര് അല്ലെ? ലിബറേറ്റർ ഓഫ് ദി പ്രസ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ഒരു ചോദ്യം ചെയ്തിരുന്നു. അതിന് ഉത്തരം ചാൾസ് മെറ്റ്കാഫ് എന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ ചാൾസ് മെറ്റ്കാഫ് എന്ത് ചെയ്തിരുന്നു? 1799 നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി പാസാക്കിയ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് 1835 ആര്യ റദ്ദ് ചെയ്തു? ചാൾസ് മെറ്റ്കാഫ് റദ്ദ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ചാൾസ് മെറ്റ്കാഫിനെ എന്തെന്ന് വിളിച്ചേ? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിച്ചത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. സെറ്റാണേ. അടുത്ത ചോദ്യം, മദ്രാസ് പ്രവിശ്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ റേറ്റ് വാരി ഭൂനികുതി വ്യവസ്ഥയിൽ റേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതേ സാമ്യമുള്ള ഒരു ചോദ്യം നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തു അല്ലെ? അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥിതിയാണ് എന്നിവയിൽ അറിയപ്പെടുക മഹൽ വാരി സമ്പ്രദായം. അവിടെ മഹൽ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. മഹൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഗോത്രം അഥവാ ഗ്രാമം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇവിടെ റേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിനു മുമ്പായിട്ട് എന്താണ് ഈ നികുതി സമ്പ്രദായം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലഘട്ടത്ത് 1820 മദ്രാസ് പ്രവിശ്യയിൽ ഭൂനികുതി സമ്പ്രദായമായ റേറ്റ് വാരി കൊണ്ടുവരിക. കാഴ്ചപ്പാടിതായിരുന്നു, മദ്രാസ് പ്രവിശ്യയിലെ കർഷകർ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് നികുതി കൊടുത്താൽ മതി. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഗോത്ര തലവന്മാര് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർ കൊടുക്കണം. ബംഗാൾ പ്രവിശ്യയിലാണെങ്കിൽ ജനങ്ങളിൽ നിന്ന് സെമീന്ദാർ, അതായത് ജന്മിമാര് നികുതി പിരിച്ചിട്ട് ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർ. ഇവിടെ കർഷകരെ നേരിട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് റേറ്റ് എന്ന വാക്കിന്റെ എന്തായിരിക്കും? കർഷകൻ അല്ലെ? അപ്പോൾ റേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കർഷകരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1848 ദത്തപഹാര നയപ്രകാരം, ചോദ്യം ശ്രദ്ധിച്ചോ, ദത്തപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? നമ്മളെ ദത്തവകാശ നിരോധന നിയമം എന്നാണ് എപ്പോഴും പറയുക അല്ലെ? അപ്പൊ PSC ചോദിച്ചപ്പോ ഈ ദത്തവകാശ നിരോധന നയം എന്നതിന് പകരം ദത്തപഹാര നയം എന്നാക്കി മാറ്റി അല്ലെ? യെസ്. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നമുക്ക് സിമ്പിൾ ആണ്, ടെൻഷൻ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 1848 ദത്തപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം സിമ്പിൾ ആണ് അല്ലെ? നമുക്കറിയാം, ഏതായിരുന്നു? സത്താറ എന്ന് പിടിച്ചെടുക്കുക 1848. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നതും എന്ന് തന്നെയാണ് ദത്തവകാശ നിരോധന നിയമം പാസാക്കിയത് എന്നായിരുന്നു. 1848 ആരാ പാസാക്കുക? ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആണ്, 35-ാമത്തെ വയസ്സിൽ ഡൽഹൌസി. ശരിയാണേ. അപ്പോൾ ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്ത്
1848 സത്താറ ആദ്യമായിട്ട്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഹൈദരാബാദിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോടാ? ഉണ്ടെന്നേ. സൈനിക സഹായ വ്യവസ്ഥിതിയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമായിരുന്നു എന്ത്? ഹൈദരാബാദ് എന്ന് പറയുന്നത് അല്ലെ. സൈനിക സഹായ വ്യവസ്ഥിതിയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലിയുമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ തന്നെ അല്ലേ? അതെ. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? സെമീന്ദാരി സമ്പ്രദായം. ബംഗാളിൽ റേറ്റ് വാരി വ്യവസ്ഥ. ബംഗാൾ റേറ്റ് വാരി ആണോ? അല്ല, തെറ്റാണ് അല്ലെ. ഇനി വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ റേറ്റ് വാരി വ്യവസ്ഥ അല്ല. നമ്മൾ പഠിച്ചു മദ്രാസിലാണ് എന്ത്? റേറ്റ് വാരി. അപ്പൊ അത് തെറ്റാണ്. മദ്രാസിൽ അല്ല, മദ്രാസിൽ എന്താണ്? റേറ്റ് വാരിയാണ് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ മാത്രമാണ് ശരി. യെസ്. ഓക്കെ. അപ്പൊ PSC എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ആ PSCയുടെ ചോദ്യ രീതി കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ്. അയ്യോ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അല്ലേ? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? ഡൽഹൌസി പ്രഭു. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യ മേഖലയ്ക്ക് ദത്തവകാശ നിരോധന നിയമമൊക്കെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി PSC ചോദിക്കുന്നത് മനസ്സിലായില്ലേ? അത്രയും പ്രാധാന്യമുണ്ട് അല്ലെ. എങ്ങനെയൊക്കെ തിരിച്ചു ചോദിക്കും? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാണ് നടപ്പിലാക്കിയത്? ഡൽഹൌസി. ആദ്യം കൂട്ടിച്ചേർത്തത് ആരെ? സത്താറെ എന്ന് പാസ്സാക്കി 1840 അല്ലെ. യെസ്. അപ്പൊ മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണത്? ഓപ്ഷൻ എ, ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ ബി, ലിട്ടൺ പ്രഭു. ഓപ്ഷൻ സി, വില്യം ബെന്റിക് പ്രഭു. ഓപ്ഷൻ ഡി, മൗണ്ട് ബാറ്റൻ പ്രഭു. ഇത് ഒരു SCERT ഫാക്ട് ആണ് കേട്ടോ. SCERT പാഠപുസ്തകത്തിൽ, പഴയ SCERT പാഠപുസ്തകത്തിൽ ഒരു ചോദ്യമാണ്. അപ്പോൾ ആൻസറിലേക്ക് പോയാൽ എന്തായിരുന്നു? വില്യം ബെന്റിക് പ്രഭു ആണ്. അതുകൊണ്ട് തന്നെ വില്യം ബെന്റിക് പ്രഭു പരുത്തി നെയ്ത്തുകാർക്ക് ചില ഇളവുകൾ അനുവദിച്ചു. പരുത്തി നെയ്ത്തുകാര് എന്താണ് നികുതി കൊടുക്കാത്തത് കൊണ്ട് അവരെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി അതിനു മുമ്പ് തന്നെ കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് പ്രാദേശിക ഭാഷയിൽ നിങ്ങൾ പരാതി നൽകിയാൽ മതി, ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കേണ്ട എന്ന രീതിയിൽ ഉദാര മനസ്കതയോടെ പെരുമാറിയ വ്യക്തിയാണ് ആര്? വില്യം ബെന്റിക്. അതുകൊണ്ടാണ് നമ്മൾ വില്യം ബെന്റിക് പ്രഭുവിനെ എന്തെന്ന് വിളിക്കുക? ദ ബെനവലന്റ് ഗവർണർ ജനറൽ അല്ലെ. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കുക. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ. ഈ ഉദാര മനസ്കൻ എന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ കേരള ജോഗ്രഫിയിൽ പഠിക്കും. ഉദാര മനസ്കനായ പർവ്വതം. ചിലപ്പോൾ ഉദാര മനസ്കനൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. ഇതിന്റെ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾ പറയുക ദ ബെനവലന്റ് മൗണ്ടെയിൻ. ബെനവലന്റ്, ഉദാര മനസ്കൻ. അപ്പോ ബെനവലന്റ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് എന്താണടാ? പശ്ചിമഘട്ടമാണ് അല്ലെ. പശ്ചിമഘട്ടത്തെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക ഉദാര മനസ്കനായ പർവ്വതം അഥവാ ദ ബെനവലന്റ് മൗണ്ടെയിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, യെസ്. നമ്മൾ മലയാളവൽക്കരിക്കുമ്പോൾ സഖ്യപർവ്വതം എന്നാണ് പറയുക. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് ദ ബെനവലന്റ് മൗണ്ടെയിൻ എന്നാണ്. അതിന്റെ പദാനുപദ വിവർത്തനം എന്ന് പറയുന്നത് ഉദാര മനസ്കൻ കേട്ടോ. അടുത്ത ചോദ്യം. ബംഗാൾ, ബീഹാർ, ഒറീസ. പണ്ട് ഒറീസയായിരുന്നു, ഇപ്പോഴാണ് ഒഡീഷ. അതുകൊണ്ട് ഒറീസ എന്നതിനെ PSC ചോദിച്ചു കേട്ടോ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ. അപ്പൊ ബംഗാൾ പ്രവിശ്യയുടെ കീഴിലാണ് ബീഹാർ, ഒറീസയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബംഗാൾ പ്രവിശ്യ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അതിന് പകരം ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങൾ അത് PSC ചോദിച്ചു. എന്താണ് നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമായിരുന്നു? 1793 അല്ലെ. ആരാ തുടക്കം കുറിക്കുന്നേ? കോൺവാലിസ് പ്രഭുവാണ്. എത്ര വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി വ്യവസ്ഥിതിയാണ്? 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി വ്യവസ്ഥിതിയാണ്. ദീർഘകാലയളവായതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ശാശ്വതമായത്, ദീർഘമായത് എന്ന് വിളിച്ചു. സെമീന്ദാർമാർ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെട്ടു. സെമീന്ദാരി സമ്പ്രദായം. ഈ ശാശ്വത ഭൂനികുതി, ശാശ്വതമായത്, അതുകൊണ്ട് ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ
പെർമനന്റ് സെറ്റിൽമെന്റ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റ് എന്നാണ് വിശേഷിപ്പിക്കുക. സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം എഴുതുക. താഴെ പറയുന്നതിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായം ഏതൊക്കെ? സെമീന്ദാരി സമ്പ്രദായം, അത് ഭൂവുടമ സമ്പ്രദായമാണോ? അതെ, സെമീന്ദാർ ഭൂമിയുടെ അധികാരിയായിരിക്കും. റെഡ് വാരി സമ്പ്രദായം, അതായത് കർഷകന് ഭൂമിയുടെ അധികാരിയായിരിക്കും. ഫ്യൂഡൽ, ജന്മിമാര്, അതായത് വടക്കേ ഇന്ത്യയിലെ സെമീന്ദാർമാരെ പോലെ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരായിരുന്നു ജന്മിമാർ. അപ്പോൾ ഫ്യൂഡൽ സമ്പ്രദായം, ജന്മിമാർ, അതെ, അതും ശരിയാണല്ലോ. മഹൽവാരി, മഹൽ ഗോത്ര തലവന്മാരാണ് ഗോത്ര ഭൂപ്രദേശത്തിന്റെ അധികാരി. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം ശരിയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. എല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് ഭൂപ്രദേശത്തെ? ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് ഭൂപ്രദേശത്തെ? സ്വാഭാവികമായിട്ട് ഡൽഹൌസി അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും നാട്ടുരാജ്യമായിരിക്കും. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി സത്താർ, ഓപ്ഷൻ സി മദ്രാസ്, ഓപ്ഷൻ ഡി ഔദ്. ആൻസർ ഓപ്ഷൻ ഡി ഔദ് ആണ്. ഔദിനെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷിന്റെ കൂട്ടിച്ചേർത്തത് 1856 ആണ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷിന്റെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാന നാട്ടുരാജ്യമാണ് ഇത് ഔദ് എന്ന് പറയുക. സെറ്റാണേ. അപ്പൊ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഔദിനെ കൂട്ടിച്ചേർത്തത് 1856 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു എന്ത്? ഔദ് എന്ന് പറയുക. ഔദ് ഇങ്ങനെയും പറയാം, അവധ് എന്നും പറയാറുണ്ട് കേട്ടോ. ഔദ് അല്ലെങ്കിൽ അവധ് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. അടുത്ത, ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്ത പ്രഭു കുടുംബാംഗമല്ലാത്ത ഗവർണർ ജനറൽ ആരാണ്? പ്രഭു കുടുംബാംഗമല്ലാത്ത ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി കാനിങ് പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ്, ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ഇതില് നമ്മൾ പറയുമ്പോൾ ഡൽഹൌസി പ്രഭു എന്ന് പറയും, കാനിങ് പ്രഭു എന്ന് പറയും, കോൺവാലിസ് പ്രഭു എന്ന് പറയും. വാറൻ ഹേസ്റ്റിങ്സിന് മാത്രം പറയില്ല. അത് വെച്ച് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാറൻ ഹേസ്റ്റിങ്സ് ആണ് പ്രഭു കുടുംബാംഗമല്ലാത്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? സന്യാസി കലാപം, മലബാർ കലാപം, വെല്ലൂർ കലാപം, ശിപായി കലാപം. ഏതാണ്? സന്യാസി കലാപം 1700കളിലും 1800കളിലും ഉണ്ടായിരുന്നു. മലബാർ കലാപം 1923 വെല്ലൂർ കലാപം 1806, ശിപായി കലാപം 1857. അപ്പൊ സ്വാഭാവികമായിട്ടും 1806 നടന്നത് എന്താണ്? വെല്ലൂർ കലാപം തന്നെ 1804. ശിപായി ലഹള 1857 മലബാർ കലാപം. അത് മലബാർ കലാപവും സന്യാസി കലാപവും നമുക്ക് കൃത്യമായിട്ട് വർഷം പറയാൻ പറ്റത്തില്ല. മലബാർ കലാപം 19ാം നൂറ്റാണ്ടിൽ നടന്നു അല്ലെ? 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ആരംഭിച്ച് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാൽഭാഗത്ത് അവസാനിച്ചതാണ് മലബാർ കലാപം. അതായത് കൃത്യമായി പറഞ്ഞാൽ 1929 അവസാനിക്കുകയാണ് മലബാർ കുടിയാൻ നിയമം പാസ്സാക്കുമ്പോൾ. അതുവരെ മലബാർ കലാപം ഉണ്ട്. സന്യാസി കലാപം എന്ന് പറയുമ്പോൾ 17-18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നതാണ്. അത് നിശ്ചിത വർഷം പറയാൻ കഴിയില്ല. രണ്ടെണ്ണം മാത്രമേ വർഷം പറയാൻ കഴിയൂ, വെല്ലൂർ കലാപവും ശിപായി ലഹളയും. യെസ്, ഇവിടെ ആൻസർ വെല്ലൂർ കലാപം 1806. സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. നാട്ടുരാജാക്കന്മാർക്ക് അധികാരം നൽകിയോ? ഇല്ല. ബ്രിട്ടീഷ് ആധിപത്യത്തിനും കീഴിലായി ആര് മാറി? നാട്ടുരാജാക്കന്മാർ മാറി. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാട്ടുരാജാവ് കമ്പനിയുടെ സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. തീർച്ചയായും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒരു സൈന്യത്തെ തയ്യാറാക്കി യുദ്ധസജ്ജമായി നിർത്തേണ്ടത് ആരുടെ കടമയാണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്ന നാട്ടുരാജന്റെ കടമയാണ്. അത് രണ്ടു തരം സൈനികരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാട്ടുരാജാവിന്റെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷ് സേനയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സൈന്യം, ശിപായിമാരുണ്ടാവും, ഇന്ത്യക്കാരായ ശിപായിമാര്, കൂടാതെ ബ്രിട്ടീഷുകാരുടെ ചെറിയൊരു സഖ്യം സൈനികരും ഉണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. പാടില്ല.
ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായി ബന്ധമൊന്നും പാടില്ല. നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം, വേണം. ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസിഡന്റ് ഉണ്ടാവും. തിരുവിതാംകൂറിലുണ്ടായിരുന്നോ റെസിഡന്റ്? ഉണ്ടായിരുന്നു. കാരണം തിരുവിതാംകൂറും ബ്രിട്ടനും സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിരുന്നു. നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ വേലുത്തമ്പി വിദളവയുടെ കാലഘട്ടത്തിൽ തന്നെ. അതുകൊണ്ടാണ് 1805 നായർ പട്ടാള ലഹള അവസാനിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഇടപെടുന്നത്. 1804 നായർ പട്ടാള ലഹള, 1805 അവസാനിപ്പിക്കുന്നത്. ആ വർഷം തന്നെ തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും എന്ത് ഒപ്പുവെച്ചിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് തലസ്ഥാനം നിയമിക്കണം. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാ ശരി? 2ഉം 4ഉമാണ് ശരി. ഇവിടെ ശരിയായ പ്രസ്താവനയല്ലേ? ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. അപ്പോൾ 2ഉം 4ഉം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ആൻസർ നമുക്ക് പറഞ്ഞു അല്ലേ? ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഇതാണ്. ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. അതേലോ, ശാശ്വത ഭൂനികുതി ബംഗാളിലാണ്. ബംഗാളിലെ സെമീന്ദാർ തന്നെയാണ് നികുതി പിരിക്കേണ്ടത്. അത് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. 2, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. ആണോ? അല്ല. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇന്ന് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? മഹൽവാരി സമ്പ്രദായമാണ്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതെ, തീർച്ചയായിട്ടും 1793 അല്ലെ? അതേലോ. അപ്പോ 1ഉം 3ഉം ശരി എന്നതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 1856 വിധവ വിവാഹ നിയമത്തിന് കാരണമായത് പ്രധാനമായും ആരുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനമായിരുന്നു? ആരുടേത്? ഹിന്ദു വിധവാ വിവാഹ നിയമം അല്ലെങ്കിൽ വിധവാ വിവാഹ നിയമത്തിന് പ്രേരണ നൽകിയത് ആര് എന്നാണ് ചോദ്യം. രാജാറാം മോഹൻ റോയ് ആണോ? ഇല്ല, കാരണം അദ്ദേഹം അതിനു മുമ്പ് മരിച്ചുപോയി. പാവം. സ്വാമി വിവേകാനന്ദനാണോ? ഇല്ല, അദ്ദേഹം ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ല. സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് തന്നെ എപ്പോഴാണ്? 1863 ജദാദി ബഫൂലെയും ജനിക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിനോടുണ്ടായിരുന്ന ആര് മാത്രമാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സതി നിരോധിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രേരണ നൽകിയത് രാജാറാം. 1856 വിധവാ വിവാഹ നിയമത്തിന് കാരണമായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഈ വിധവാ വിവാഹ നിയമത്തെ എതിർത്ത ഒരു സാമൂഹിക പരിഷ്കർത്താവുണ്ട്. രാധാകാന്ത് ദേവ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർ രാജ എന്ന ബഹുമതി ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രാധാകാന്ത് ദേവ് എന്നും അറിയപ്പെടാറുണ്ട്. രാധാകാന്ത് ദേവ്. ഓക്കെ, അപ്പോ 1856 ഹിന്ദു വിധവാ വിവാഹ നിയമം പാസാക്കിയത് ഡൽഹൌസിയാണ്. ഡൽഹൌസി പാസാക്കിയതിന് പ്രേരണ നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അങ്ങനെ നിയമം പാസാക്കിയപ്പോൾ അതിനെ എതിർത്ത ആളാണ് ആര്? രാധാകാന്ത് ദേവിനെ രാജ എന്ന പേര് നൽകിയിട്ടുണ്ട് ബ്രിട്ടീഷുകാര്. അങ്ങനെ അദ്ദേഹം പലപ്പോഴും രാധാകാന്ത് ദേവ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാരുമായി സാമാന്യം ഒരു സംഭാഷണമൊക്കെ ഉള്ള ആളായിരുന്നു രാധാകാന്ത് ദേവ് അല്ലെ? അപ്പൊ രാധാകാന്ത് ദേവ് പറയുന്ന കാര്യം ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്തണ്ടേ? മൊത്തത്തിൽ ഈ നിയമം ഒഴിവാക്കിയില്ലെങ്കിലും 1857 ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. ഭേദഗതി ആരാ കൊണ്ടുവരുന്നേ? നമ്മുടെ കാനിങ് പ്രഭു. നമ്മൾ രണ്ടും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹിന്ദു വിധവ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് കാനിങ് പ്രഭു ആയിരുന്നു. ആരുടെ എതിർപ്പിനെ തുടർന്ന്? നമ്മുടെ രാധാകാന്ത് ദേവ് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമ്മൾ സാമൂഹിക പരിഷ്കരണം പഠിക്കുമ്പോഴേ പഠിക്കത്തുള്ളൂ. ഓക്കെ, ഓർമ്മിച്ചേക്കണേടാ. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകളിൽ ശരിയായത് ഏതാണ്? ഡ്യുവൽ ഗവൺമെന്റ് ഭരണ സംവിധാനം. ദ്വിഭരണം കൊണ്ടുവന്നിരുന്നോ ബ്രിട്ടീഷ് ഇന്ത്യയില്? അതേലോ. അത് നിർത്തലാക്കിയത് ആര് മാത്രമായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് മാത്രമായിരുന്നു. പിന്നീട് കോൺവാലിസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അത് പിന്നെ പിൻവലിക്കുന്നത്. തുടർന്ന് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ദ്വിഭരണം വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ച് ഡ്യുവൽ ഗവൺമെന്റ് ഭരണ സംവിധാനം ഉണ്ടോ? ഉണ്ട്. ദ്വിഭരണമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ ഇംബെ ചീഫ് ജസ്റ്റിസ് ആയി സുപ്രീം കോടതി സ്ഥാപിതമായി. തീർച്ചയായും എലിജ ഇംബെ ചീഫ് ജസ്റ്റിസ് ആണ്.
അതുകൂടാതെ മറ്റ് 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. മൊത്തം 4 പേരാണ്. ഫിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കമ്പനിയുടെ അധികാരം കുറച്ചു. ശരിയാണോ? ശരിയാണല്ലോ. 1813 ചാർട്ടർ ആക്ട് ഇന്ത്യയുമായുള്ള വ്യാപാര കുത്തക ഒഴിവാക്കി. അതെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഒഴിവാക്കിയത് 1813 ചാർട്ടർ നിയമത്തിലൂടെ തന്നെ. 1813 ചാർട്ടർ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യനൊക്കെ, അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എല്ലാം ശരി എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ശരിയായത് തന്നെയാണ് ചോദ്യം. അപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ചോദ്യം ഒന്നുകൂടെ നോക്കണം. ശരിയായതാണോ ചോദിക്കുന്നത്, തെറ്റായതാണോ എന്ന് ചോദിക്കുന്നത്. അതുകൂടെ അവസാനം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ടേ ആൻസർ മാർക്ക് ചെയ്യാവൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നേരെ പോയി വായിക്കും, എന്നിട്ട് മുകളിൽ ശരിയാണോ ചോദിച്ചിരിക്കുന്നത്, തെറ്റാണോ ചോദിക്കുന്നത് എന്ന് ചിലപ്പോൾ രണ്ടാമതും നോക്കില്ല. ഒന്നുകൂടെ നോക്കി ഉറപ്പിച്ചിട്ട് ആൻസർ ചെയ്യാം. ഒരുപക്ഷെ അബദ്ധത്തിൽ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ആയി പോകും. ശരിയല്ല, ആൻസർ അറിയാമായിട്ടും നെഗറ്റീവ് ആയി പോകും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? സൈനിക സഹായ വ്യവസ്ഥ കുറച്ചു മുമ്പും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ? അതെ, തീർച്ചയായിട്ടും. അപ്പോ 1798 നടപ്പിലാക്കിയത് ആണല്ലോ. അതെ, ശരിയാണ്. കഴ്സൺ പ്രൂഫാണ് നടപ്പിലാക്കിയത്. അല്ല, തെറ്റാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതെ, അത് ശരിയാണ്. നടപ്പിലാക്കിയത് കഴ്സൺ പ്രൂഫ് ആണോ? അല്ല. ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി പ്രൂഫുമാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 1ഉം 3ഉം ശരി എന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദ്യം. അപ്പൊ താഴെ തന്നിട്ടുള്ളത് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത എന്ന് പറഞ്ഞാൽ തെറ്റെന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പൊ തെറ്റെന്ത് മാത്രം ഇവിടെ? 2 മാത്രമാ. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ നിങ്ങളടുത്ത്. ഒന്നുകൂടെ നമ്മൾ ഓപ്ഷൻ വായിക്കുന്നതിന് മുകളിൽ നോക്കണം, അത് ശരിയാണോ തെറ്റാണോ ചോദിക്കുന്നത് അല്ലെ? യെസ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 2 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? അതെ, നമ്മൾ ഇന്ന് തന്നെ കുറെ തവണ പറഞ്ഞ കാര്യമായിരുന്നു. 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു ആണ്. ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് സത്താറയായിരുന്നു. സത്താറ കൂട്ടിച്ചേർക്കപ്പെട്ടത് 1848 അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔദായിരുന്നു. ഔദ് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ഇന്ന് തന്നെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും അതൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏതിലൂടെയാണ്? ഹൈദരാബാദ് ഉടമ്പടിയാണോ? അല്ല. മദ്രാസ് ഉടമ്പടിയാണോ? അല്ല. ശ്രീരംഗപട്ടണ ഉടമ്പടിയാണോ? അതെ, ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് 1792 വയനാട് ഒഴികെയുള്ള വടക്കൻ കേരളത്തിലെ അഥവാ മലബാറിലെ എല്ലാ ഭൂപ്രദേശവും ആർക്ക് വിട്ടു നൽകി? മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ ആർക്ക് വിട്ടു നൽകി? ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകി. എന്തുകൊണ്ട് വയനാട് വിട്ടുകൊടുത്തിട്ടില്ല? ടിപ്പുവിന്റെ ആയുധപുരയായിരുന്നു വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടി ഒപ്പുവെച്ചത് 1792 ഏത് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി ആരംഭിച്ചത് എന്നായിരുന്നു? 1774 അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജ ഇംബെ. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. എലിജ ഇംബെ ആയിരുന്നു അല്ലെ? എലിജ ഇംബെ. ഏത് വർഷമാണ്? 1774. ആരാ ഭരണാധികാരി? വാറൻ ഹേസ്റ്റിങ്സ്. ഇനി കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം എന്നാണ് ചോദ്യമെങ്കിൽ 1773 ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് 1774 എന്ത് ചെയ്യുന്നത്? കൽക്കട്ടയില് സുപ്രീം കോടതി ആരംഭിക്കുക. ശരിയാണേ. അടുത്ത ചോദ്യം. ഏത് ഗവർണർ ജനറൽ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിക്കുന്നത് സർ ജോർജ് ബെർലോ, മിന്റോ പ്രഭു ഒന്നാമൻ, ആമസ്റ്റ് പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്. ആരുടെ കാലഘട്ടത്താണ്? ഈ ആമസ്റ്റ് എന്ന് പറയുന്നത് ആം ജസ്റ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ പഠിച്ചപ്പോൾ ആം ജസ്റ്റ് എന്നാണ് പഠിച്ചത് കേട്ടോ.
രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ ആമസ്റ്റ് അല്ലെങ്കിൽ ആംജസ്റ്റ്, രണ്ടും ഒരാൾ തന്നെ കേട്ടോ. ഓപ്ഷൻ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ റവന്യൂ ബോർഡ് രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1772 നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ദ്വിഭരണം നിർത്തലാക്കി പകരം കിൻകിനൈൽ സമ്പ്രദായം രൂപീകരിച്ചു. കിൻകിനൈൽ സമ്പ്രദായം. ഈ കിൻകിനൈൽ സമ്പ്രദായം എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു നികുതി കരാറായിരുന്നു. കിൻകിനൈൽ സമ്പ്രദായം അനുസരിച്ച് ജില്ലാ കളക്ടർ എന്നൊരു തസ്തിക സൃഷ്ടിച്ചു. കൂടാതെ റവന്യൂ ബോർഡ് രൂപീകരിച്ചു. അപ്പോ റവന്യൂ ബോർഡ് രൂപീകരിച്ച 1772 കിൻകിനൈൽ സമ്പ്രദായം ആരംഭിച്ച ആളാണ്. ആരാണ് ജില്ലാ കളക്ടർ തസ്തിക സൃഷ്ടിച്ചത്? യെസ്, വാറൻ ഹേസ്റ്റിങ്സ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ചോദ്യം, ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. അതേലോ ഡൽഹൌസിയുടെ കാലഘട്ടത്താണല്ലോ നിർമ്മിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1853 ഏപ്രിൽ മാസം 16 അല്ലെ? അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടും. തീർച്ചയായിട്ടും ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഇതുകൂടാതെ ഒരാളെ കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് ചോദ്യമെങ്കിൽ ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി എന്നാണ് ചോദ്യമെങ്കിൽ ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. അല്ല, സതി സമ്പ്രദായം നിരോധിച്ചത് വില്യം ബെന്റിക്. ശിശുഹത്യ നിരോധിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി. 1802 സതി സമ്പ്രദായം നിരോധിച്ച വില്യം ബെന്റിക് 1829. ഇന്ന് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? അപ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ ശരിയായതാണോ തെറ്റായതാണോ? ശരിയായതാണ് ചോദ്യം. അപ്പൊ 1ഉം 2ഉം ശരി എന്നതാണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ബ്രിട്ടീഷിൽ സേവന കാലാവധിയിൽ മരണമടഞ്ഞ ഗവർണർ ജനറൽ ആണ്. സേവന കാലാവധിയിലെ ഡൽഹൌസി ആണോ, കാനിങ് ആണോ, കോൺവാലിസ് ആണോ, വാറൻ ഹേസ്റ്റിങ്സ് ആണോ? കോൺവാലിസ് ആണ്. എന്നാണ് മരണമടയുക? 1805 അല്ലെ? 1805 ഇദ്ദേഹം മരണമടഞ്ഞു. അതുകൊണ്ട് തുടർന്ന് 1805 മുതൽ 1807 വരെ ബ്രിട്ടീഷ് ഇന്ത്യയില് ബംഗാളിന്റെ ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്നത് ജോർജ് ബെർലോ ആയിരുന്നു അല്ലെ? അതുകൊണ്ട് നമ്മൾ ആക്ടിംഗ് ഗവർണർ ജനറലായിട്ട് ഒരേ ഒരാളെ മാത്രമേ പിടിക്കത്തുള്ളൂ. ആരെ? ജോർജ് ബെർലോ. കാരണം 1805 ഇന്ത്യയില് ഗവർണർ ജനറൽ എത്തിച്ചേർന്ന കോൺവാലിസ് ഇന്ത്യയിൽ വെച്ച് മരണമടയുന്നു. അതുകൊണ്ട് തുടർന്ന് ആര് ആക്ടിംഗ് ഗവർണർ ജനറലായി? ജോർജ് ബെർലോ. ഇതോട്ട് ഇതുവരെ 1805 തൊട്ട് 1807 വരെ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് 1806 മദ്രാസ് പ്രവിശ്യയിലെ വെല്ലൂർ സൈനിക താവളത്തില് വെല്ലൂർ കലാപം നടക്കുക അല്ലെ? അടുത്ത് പറയുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെ? കർണാട്ടിക് യുദ്ധവും മറാത്ത യുദ്ധം. അല്ല, മറാത്ത യുദ്ധത്തിന് മുമ്പ് തന്നെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. മൈസൂർ യുദ്ധവും പ്ലാസി യുദ്ധവും. മൈസൂർ യുദ്ധം എന്ന് പറയുമ്പോൾ 4 യുദ്ധം. അതിനു മുമ്പ് തന്നെ ആധിപത്യം സ്ഥാപിച്ചിരുന്നല്ലോ. ആദ്യത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം 1767-69 അതിനു മുമ്പ് തന്നെ സ്ഥാപിച്ചിരുന്നു. പ്ലാസി യുദ്ധം 1757 ഉണ്ടല്ലോ. അപ്പൊ രണ്ടും ആണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അല്ല എന്ന് പറയേണ്ടി വരും. ബെക്സാർ യുദ്ധവും കർണാട്ടിക് യുദ്ധവും. പ്ലാസി യുദ്ധമാണല്ലോ ആധിപത്യം സ്ഥാപിച്ചത്. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കാം. പ്ലാസി യുദ്ധവും ബെക്സാർ യുദ്ധവും. ഓക്കെ, അപ്പൊ അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്ലാസി യുദ്ധവും ബെക്സാർ യുദ്ധവുമാണ് ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. മറ്റുള്ള സ്ഥലത്ത് ഇവയൊക്കെ വിജയിച്ചുവെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസി യുദ്ധം. ഒരുപക്ഷെ പ്ലാസി മാത്രമായിരുന്നു ഉത്തരമെങ്കിൽ നമുക്ക് പ്ലാസി എഴുതി പോവായിരുന്നു. ഇവിടെ 2 യുദ്ധം തന്നതുകൊണ്ട് നമുക്ക് പ്ലാസിയും ബെക്സാറും ആണെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. വേറെ എന്ത് വന്നു കഴിഞ്ഞാലും അത് തെറ്റായിട്ട് മാറും. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. അവധ്. ഓക്കെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മൾ ഔദിനെ എന്തെന്നും വിളിക്കാറുണ്ട്? അവധ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ അവധ് എന്നാണ് വേണ്ട. അപ്പോ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി. നമ്മൾ നേരത്തെ കൃത്യമായി പഠിച്ചതായിരുന്നു അല്ലെ? ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം.
ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ അടിത്തറ പാകിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്മെന്റ്. അതാണ് തുടക്കം. പിന്നീട് ചുവരുകൾ നിർമ്മിക്കണം, മേൽക്കൂര നിർമ്മിക്കണം, അല്ലെ? അപ്പൊ അടിത്തറ. യെസ്. അപ്പൊ നോക്കാം ഓപ്ഷൻ എ, ബെക്സാർ യുദ്ധം. ബെക്സാർ യുദ്ധം ഏത് വർഷമായിരുന്നു? 1764 ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. പ്ലാസി യുദ്ധം 1757. ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. പാനിപ്പട്ട് യുദ്ധം, അത് ബ്രിട്ടീഷുകാരുടെ ബന്ധമില്ല. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. അത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചതാണ്. മൈസൂർ യുദ്ധം എന്ന് പറയുമ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തുള്ളൂ. എങ്കിലും മൈസൂർ യുദ്ധം നടക്കുന്നത് 1757 64 ശേഷമാണ്. ആദ്യ ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെ. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് 1780 തൊട്ട് 84 വരെ. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് 1789 തൊട്ട് 92 വരെ. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് 1799. ആധികാരികമായി ബ്രിട്ടീഷുകാർ വിജയിച്ചത് അപ്പോഴപ്പോഴാണ് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ്. അതായത് ഈ മൈസൂർ യുദ്ധം എന്ന് കണക്കാക്കേണ്ടത് 1799 ആധികാരികമായി ബ്രിട്ടീഷുകാർ വിജയിക്കുക. അപ്പൊ ഇതിൽ ആദ്യത്തേത് അടിത്തറ പാകിയത് ഏതെന്നാണ്? മുഗൾ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് പാനിപ്പട്ട്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അതിന് യാതൊരു ബന്ധമില്ല. അത് നമ്മൾ അങ്ങനെ മാറ്റി. ബാക്കി ഇതിലെ ആദ്യത്തെ ഏതാ? ബെക്സാർ ആണോ, പ്ലാസി ആണോ, മൈസൂർ ആണോ? പ്ലാസി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? പ്ലാസി ആണ്. അടിത്തറ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്. സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി നമ്മള് കുറെ തവണ എന്ന് പറഞ്ഞു, അല്ലെ? വില്യം ബെന്റിക് പ്രൂഫാണ് ഡേറ്റ് സഹിതം നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 1829 ഡിസംബർ മാസം 4-ാം തീയതി. സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ പേര്. സംവിധാനത്തെ അഥവാ സംവിധാനത്തിന്റെ പേര്. ദസ്സറ സമ്പ്രദായം, സെമീൻദാരി സമ്പ്രദായം, മാൽവാരി സമ്പ്രദായം, റേറ്റ്വാരി സമ്പ്രദായം. നമ്മൾ പഠിച്ചു, അല്ലെ? കർഷകൻ നേരിട്ട് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കേണ്ടത് എവിടെയായിരുന്നു? മദ്രാസ് പ്രവിശ്യയിലായിരുന്നു. ആ ഭൂനികുതി സമ്പ്രദായം 1820 ആരംഭിച്ചത്. അതിന്റെ പേരെന്താ? റേറ്റ് വാരി സമ്പ്രദായം. സിമ്പിൾ അല്ലെ? അപ്പൊ നമുക്ക് റേറ്റ് വാരി സമ്പ്രദായം ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്? നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ തന്നെ, പക്ഷെ ഏതൊക്കെ രീതിയിൽ PSC ചോദിച്ചു എന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പോ അത്രയും പ്രാധാന്യത്തോടെ പഠിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെ? ഉദാരമനസ്കന്റെ ഇംഗ്ലീഷൊക്കെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. ദ ബെനവലന്റ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്. അല്ലെ? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചതാണ്. വില്യം ബെന്റിക് ആണ് എന്ത് പേരിലറിയപ്പെടുക? ദ ബെനവലന്റ് ഗവർണർ ജനറൽ, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ. അല്ലെ? യെസ്. അപ്പോ കോൺവാലിസ് പ്രഭുവിനെ എന്തെന്ന് വിളിക്കും? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്ന് വിളിക്കും. കൂടാതെ ആധുനിക പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കും. ആധുനിക പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കും. ഡൽഹൌസി പ്രഭുവിനെ നമ്മൾ വിളിക്കുന്നതോ? ആധുനിക ഇന്ത്യയുടെ ശില്പി, ആധുനിക ഇന്ത്യയുടെ ശില്പി അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന് വിളിക്കും. ആധുനിക ഇന്ത്യയുടെ ശില്പി അല്ലെങ്കിൽ നിർമ്മാതാവ്. ഇനി വാറൻ ഹേസ്റ്റിങ്സിനെ വിളിക്കുവോ? വാറൻ ഹേസ്റ്റിങ്സിനെ വിശേഷിപ്പിക്കും ബംഗാൾ പ്രവിശ്യയിലെ ആദ്യ ഗവർണർ ജനറൽ, അല്ലെ? ആദ്യത്തെ ഗവർണർ ജനറൽ. 2, ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നതും ആര് തന്നെയാണടാ? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്, അല്ലെ? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ 2023 മുതൽ 2025 വരെയുള്ള ഗവർണർ ജനറൽ എന്ന തസ്തികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരണം. 2, PSC ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അത് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക, റിവിഷൻ ചെയ്യുക, കാണാതെ ഒന്നും പഠിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിങ്ങളുടെ നോട്ട് എടുത്തൊന്ന് വായിച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചാൽ മതി. മിനിമം ഒരു മാക്സിമം 2 ആഴ്ചയിലൊരിക്കൽ റിവിഷൻ ചെയ്തേക്കണം. മിനിമം 3 ദിവസത്തിലൊരിക്കൽ, മാക്സിമം 2 ആഴ്ചയിലൊരിക്കലെങ്കിലും റിവിഷൻ ചെയ്തിരിക്കണം. നിങ്ങൾ അത് ഈ സബ്ജക്റ്റ് എന്നല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും
പരമാവധി 2 ആഴ്ച കൂടുന്നതിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്തൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ അല്ലേ? ബൈ ബൈ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വൈസ്രോയിമാരുടെ മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കുക. ഓക്കെ, ബൈ.